അപ്പൊ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും നോക്കിയപ്പോ ഒരെണ്ണം വിട്ട് പടിഞ്ഞാറ് സൈഡിൽ വന്നു എത്ര പാചകം. പിന്നെ അങ്ങോട്ട് പോയപ്പോ ഞാൻ അതിൽ കൂടെ വീണുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൊത്തം വീണ്. ആളൊന്നും ഇല്ലായിരുന്നു. വളക്കേറ്റൊരു 2 പയ്യന്മാരുണ്ട്, അവന്മാർ ഓടി മാറി. സാധാരണ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കാപ്പ് കുടിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാവരും പോയി. ഞങ്ങളുടെ പണിക്കാരെല്ലാം മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും സൗണ്ട് കേട്ടതിന് ചാടി ഇറങ്ങി. വലിയ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഇത് ചലനം ഉണ്ടായി തരം. ഇതിനൊരു കുലുങ്ങിയപ്പോൾ എല്ലാവരും ഇറങ്ങിയത്. വീടിനൊന്നും ഒന്നുമില്ല, പെട്ടെന്നൊരു ചലനം ഉണ്ടായി. അന്നേരമാണ് എല്ലാവരും ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ അമ്മച്ചിമാർ ഭയങ്കര കരച്ചിലായിരുന്നു. അതെനിക്കൊന്ന് പിന്നെ നെറ്റിലും ഇതെല്ലൊന്നും എഴുതാതെ എനിക്കൊന്ന് വെള്ളം ഒരുപാട് ഒഴിക്കുന്നില്ലല്ലോ, വെള്ളം ഒഴിക്കുന്നില്ല. സാധാരണ മുമ്പ് എന്ന് പറയുമ്പോൾ മഴയത്ത് ചെയ്യുമായിരുന്നു, വെള്ളം പോലും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാത്തതിന്റെ കുഴപ്പമാണ്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് പൊട്ടലുണ്ടാവും. അല്ലാതെ നല്ലത് കമ്പി 22 കമ്പി ഇടണം. ഇത് 12 കമ്പിയാണ് കിടക്കുന്നത്, കനം കുറഞ്ഞ കമ്പിയാ. അപ്പൊ 22 കമ്പി ഇട്ടാലേ ഇവനെ താങ്ങത്തുള്ളൂ. ഇനി എല്ലാത്തിനും ചെക്ക് ചെയ്യണം. ഇതൊരു വാർത്ത കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ഒരു മാസം കൊണ്ട് അവർ സാധനം മേളിൽ കയറ്റും. പിടുത്തം കിട്ടത്തില്ല, മൊത്തം ഇതായിട്ട് കിടക്കുമല്ലേ. നടുക്ക് സെന്ററിലൊന്നും പിടുത്തമില്ല. ഭാഗ്യത്തിന് ആരും ഇല്ല. 2 പിള്ളേരും അതിനെ പാസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഓടിച്ചു വിട്ട്. ആ പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ അതാ വീണത്.